ആകപ്പാടെ മാറിയ കേസായി. ഇനി ഇവിടെ നിന്ന് തടി ഉണ്ടാവില്ല, താടി ഉണ്ടാവില്ല. എത്രയും വേഗം ഹരിദ്വാറിലേക്ക് പോകണം. ചിറ്റപ്പനത് എങ്ങോട്ടാ? ഇനി നാം ഇവിടെ നിന്നാൽ ശരിയാവില്ല മക്കളെ. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നാറ്റക്കസ് നടന്നിരിക്കുമ്പോ ചിറ്റപ്പൻ പോയാലെങ്ങനെ? അതുകൊണ്ട് തന്നെയാണ് നാം പോകുന്നത്. അണ്ണൻ അത് നിഷേധിച്ച സ്ഥിതിക്ക് ആ പാപം ഇനി ആരുടെ തലയിലും വീഴാം. നമ്മുടെ ഈ വസതിയിലെ കർമ്മം അവസാനിച്ചിരിക്കുന്നു. നാം പോകുന്നു. മംഗളം ഭവന്തു. അയ്യോ ചിറ്റപ്പൻ, ഞാൻ പറയുന്നത് എല്ലാം കൂടി എന്നെ വല്ലവനെയും കൊച്ചിനെ തന്തയാക്കിയ സമാധാനമുള്ളൂ അല്ലേ? ഞാനില്ല. നാം ഹരിദ്വാരത്തിലേക്ക് പോകുന്നു. ആരും ഒരു ദ്വാരത്തിലേക്കും പോകുന്നില്ല. എന്നാ ഇതിലെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് മതി യാത്ര. അത് മതിയോ? മതി. കല്ലും നെല്ലും തിരിച്ച് നേരം കളയാതെ നാട്ടുകാരറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുത്ത് കാര്യം ഒതുക്കുന്നതല്ലേ ഭംഗി? അത് ഞാൻ തീരുമാനിച്ചോളാം. സ്വാമി ഭാണ്ഡാകത്തോണ്ട് വെച്ചാട്ടെ. ഭാണ്ഡം വെക്കണം. സന്യാസിയാണെന്ന് ഞാൻ നോക്കൂല. അകത്ത് കയറി പോ സ്വാമി. അങ്ങനെ ഹരിദ്വാരം ചീറ്റി. നിങ്ങളും ഈ അതിർത്തി വിട്ടെങ്ങും പോകാൻ പാടില്ല. വക്കീലും ഈ പരിസരത്തൊക്കെ തന്നെ കാണണം. കുടുംബത്തിന്റെ മാനങ്ങളെ എന്തായ ദ്രോഹി. ഈ നാടകസമിതിയെ കഴിവതിയാക്കി ഇങ്ങോട്ട് വന്ന് ഇതിനാണോടി? വേണ്ടാതേനെ ഒപ്പിച്ചു വെച്ച് കിടന്ന് മോണുന്നത് കണ്ടില്ലേ? നാക്കെടുത്ത് എന്തെങ്കിലും പറയടി. വേണ്ടേ എന്റെ വിധമാരാ ചോദിച്ചതിന് സമാധാനം പറയടി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സമാധാനമൊക്കെ ഉണ്ടായിട്ടില്ല. എനിക്ക് തന്നെ എന്റെ ആള്. എന്റെ മോളെ പഠിപ്പിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഉലാത്തുവാണ് അല്ലേ? അവള് പറഞ്ഞോ മോനെ പഠിപ്പിച്ചതെന്ന്? തെലുങ്കിലാണ് പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി. ഇയാള് തന്നെ അവളെ ചതിച്ചത്. അപ്പൊ ചേച്ചിക്കും തെലുങ്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? 8 വർഷം ഒരു തെലുങ്കിന്റെ കൂടെ താമസിച്ചിട്ടും എനിക്കത് പറ്റിയിട്ടില്ല. ആ 8 വർഷത്തിന്റെ 4 തവണയല്ലേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എന്നാ പിന്നെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എന്റെ വക്കീലെ. അങ്ങനെ ആരെയും വിളിക്കുകയും വരുത്തുവൊന്നും വേണ്ട. നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. താൻ എന്റെ വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കടന്ന് ചെല്ലടോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വേറെ ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് വന്നല്ലടോ. ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെ വികാരം നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഓ, എന്റെ പെങ്ങളെ ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. അത് ഉറപ്പാ. അപ്പൊ നിങ്ങൾ വെണ്ണോടിക്കും അല്ലേ? എന്റെ ദൈവമേ. അച്ഛാ, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർക്ക്. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇതെന്റെ സ്വന്തം കാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണ്ട. ശാന്തി ശാന്തി. അണ്ണാ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്കി വിട്. സാധാരണ ചെയ്യാറുള്ളത് പോലെയോ? അതെ. ഓഹോ, അപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിതല്ലേ? പെങ്ങളെ ഒരു മിനിറ്റ് ഒറ്റടി വെച്ചെന്നാണ്ടല്ലോ. നീയൊക്കെ മര്യാദക്കിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അകത്ത് പോകാം. ഇതിനുള്ള പോവഴി ഞാൻ തന്നെ കണ്ടോളാം. അതിനൊരു ഒറ്റ പോവഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങോട്ട്. ഒരു താലി മേടിച്ച് നിങ്ങൾ അവിടെ കഴിച്ചോട്ടം കെട്ടിയാ ഇപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്നെ ഞാനൊന്ന് ഞെക്കിക്കൊന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട. താലി കെട്ടാനോ ഈ ഞാനോ? പിന്നെ ഞാനോ? എനിക്ക് സൗകര്യമില്ല. കെട്ടിയില്ലെങ്കിലേ എന്റെ മോൻ എംപിച്ചെങ്ങ് എത്തും. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താ നടക്കാൻ ദൈവത്തിന് പോലും അറിയില്ല. ആരാ എംപിച്ചി? അങ്ങനെ ഒരു പെശക ആങ്ങളാവക്കൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്താ അറിയാത്തത്? നീ അല്ലേ പുതിയ ചിറ്റമ്മയെ തലവാക്കി കൊടുത്തത്? എന്നാര് പറഞ്ഞു? മുതലാളിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടുമോന്ന് വക്കീൽ എന്നോട് ചോദിച്ചു. ഒരു നാടക ഏജന്റിനോട് ചോദിച്ചപ്പോ ഇങ്ങനെ ഒറ്റ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വക്കീലിനോട് പറയുകയും ചെയ്തു. എന്നെ പോലും അറിയിക്കാതെ ആ നാടക ഏജന്റിന്റെ അഡ്രസ്സും വാങ്ങി അവളെ തപ്പിപ്പോയതേ ആ ഉണക്ക വക്കീല. പിന്നെ അവൾക്കൊരു പെശക ആങ്ങളുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചേടാ, നിങ്ങൾ എന്തിനാ എന്നെ ക്രോസ് ചെയ്യണത്? വക്കീല് തന്ന അഡ്രസ്സും വെച്ച് അവളെ തലേ തപ്പിച്ചെന്നപ്പോ ഒരു മുറുക്കാക്കാരൻ എന്നോട് പറഞ്ഞത്. ഒരു കുത്തുകേസിലെ ശിക്ഷയും കഴിഞ്ഞ് ഇമ്പിച്ച് കഴിഞ്ഞ ആഴ്ച സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അയാൾ വന്ന് അച്ഛനെ കൊണ്ട് ബലമായിട്ട് അവളെ കെട്ടിച്ചാ പിന്നെ നമ്മളെന്തിനാ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഗർഭത്തിന്റെ ഉത്തരവാദിയെ തിരിച്ചറിയാൻ ഹൈദരാബാദിലൊരു ടെസ്റ്റ് ഉണ്ട്. അത് നടത്തിയാ പോരെ? എലീസ ടെസ്റ്റ്. എടാ, അത് എയ്ഡ്സിനുള്ള ടെസ്റ്റാണ്. അത് നടത്തിയാൽ ഇത് അറിയാം. എടാ മണ്ട, ഇത് ടെസ്റ്റ് വേറെയാ. DNA. അതിന് സമയമെടുക്കും. കുട്ടി ജനിക്കണം. അതുവരെ ഇമ്പിച്ച് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നിന്റെ തന്ത എന്തിയാടാ? വീട്ടിലുണ്ട്. ആരാ മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ഇമ്പിച്ചി. നാളെ മുതൽ നിന്റെ തന്തയുടെ അളിയൻ. ഹലോ, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വക്കീലേ, ഇമ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും സമയമില്ലല്ലോ. എന്റെ ഈശ്വര. വരട്ടെ, അവന്റെ കൈക്ക് ഇത് ഒതുങ്ങും.
ഈശ്വരാ. ഏതായാലും ഹരിദ്വാരത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഈ ദ്വാരത്തിലേക്ക് പോകാം. എല്ലാരും പേടിക്കുമ്പോൾ ഞാനായിട്ട് പേടിക്കാതിരിക്കുന്ന എന്തിനാ? ഇവിടെ വേണ്ട, ഇക്കിയാണ് സേഫ്. ഈശ്വരാ, കാത്തു രക്ഷിക്കണേ. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. എന്താ ഉണ്ടായത്? സത്യം പറഞ്ഞോ. നിങ്ങളുടെ പെങ്ങൾക്ക് ചെറിയൊരു ഗർഭപ്രശ്നമുണ്ട്. ആരാണെന്ന് അവൾ തെലുങ്കിലേ പറയൂ. നിങ്ങൾക്ക് തെലുങ്ക് അറിയാമെങ്കിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കും. കളിയാക്കുകയാണോ? കവലനോട് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഇമ്പിച്ച് ആരാണ് താൻ അറിയും. അതല്ലല്ലോ ഇപ്പൊ അറിയേണ്ടത്. ഇമ്പിച്ച് കാട്ടി എന്നെ പേടിപ്പിക്കരുത്. സംസാരിക്കാൻ മിടുക്കനാണല്ലേ? എനിക്ക് പ്രവർത്തിക്കാൻ അവിടേക്ക്. ഞാനിപ്പോ എന്തോ വേണം? എപ്പോ നടത്താം അത് പറ. എന്തോന്ന്? കല്യാണം. ഇത്രയും നാൾ ഇവിടെ നിന്നതിന്റെ പേരിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വിരോധമില്ല. പക്ഷെ ചെറുക്കനെവിടെ? ചെറുക്കൻ ദേ. അതിന് ചെറുക്കനല്ലല്ലോ, മുതുക്കനല്ലേ? അതിന് പൊന്നെടുക്കുന്നിടത്ത് കൊക്കിനെ വെട്ടും കുത്തുമാണ് തൊഴിലെങ്കിലും ഞാനും ഇച്ചിരി അന്തസ്സുള്ളവനാ. ഒരു പോലീസുകാരനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാ. പിഴച്ച പെങ്ങളെ ചുമക്കാൻ ഇനി ഇമ്പിച്ചേ കിട്ടില്ല. അവളും തള്ളയും ഇനി ഇവിടെ നിൽക്കും. പോക്രിയാണെങ്കിലും ഒരാങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. മൊത്തം സ്വത്തിന്റെ 2/1 അവിടെയും കൊച്ചിന്റെയും പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കല്യാണം. വക്കീലിനെ രജിസ്ട്രാറേയും കൂട്ടി ഞാൻ വരും. ഒരുങ്ങി നിന്നോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. വക്കീലിനെ ജയിച്ചാറും കൂട്ടിയതിന്റെ കാര്യം എന്താ? ജയിച്ചാറ് മാത്രം പോരെ, വക്കീൽ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഞാനെന്ന് കൊല്ലുവന്നു. അയ്യോ, എന്നെ എന്തിനാ എല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം. എന്താ? എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ട്. വിഷമൊന്നുമില്ലല്ലോ? അവിടവും കഴിഞ്ഞ അപ്പുറവും കഴിഞ്ഞു. ഇനി എന്താ നീ വിഷമം? ഉപകാരം ചെയ്യാൻ വന്ന നീ ഇങ്ങനെ ഒരു ഉപദ്രവമായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു 2ാം കെട്ടിന് വിധിയുണ്ടെന്ന് ഗോവിന്ദനാശാൻ ജാതകത്തിൽ എഴുതിയപ്പോ അതിങ്ങനെ ഒരു മാരണമായി തീരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ആങ്ങള എന്നെ കൊണ്ട് കെട്ടിച്ചു അടഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല. നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറ. ആദ്യ രാത്രിയിൽ లైట్ పోయిపో എന്തെങ്കിലും సంభవించో? నన్ను వదిలేయండి, ఏమి అడగండి. ఒక అమ్మాయి ఎలా చెప్పేది? స్త్రీగా పుట్టిందే, ఇదంతా సహించాలి. ఒక గర్భసీని ఇక్కడ హింస పెట్టకండి. തെലുങ്കിൽ കരയാതെ നീ മലയാളത്തിൽ കരയടി. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം. പിടിച്ചുപറിക്കാരും പന്നിമലത്തുകാരുമായിരുന്നു എന്റെ സഹപാഠികൾ. പൂജപ്പുര സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും എനിക്ക് എന്റെ സ്വന്തം തറവാട് പോലെയായിരുന്നു. കയ്യാമം പൂമാലയായി കൊണ്ടു നടന്ന നാളുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. നിന്നെപ്പോലൊരു ഭദ്രകാളിയെ വെട്ടിത്തുറുക്കി ഞാൻ വീണ്ടും ജയിലിൽ പോണോ? പറയടി, എടി പറയാൻ. ഒച്ചുണ്ടാക്കല്ലേ. വേണമെങ്കിൽ ഞാൻ നിന്റെ കാലി പിടിക്കാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ആ പെരട്ട വക്കീല് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എന്നാലെങ്കിലും നീ സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ പോട്ടെ, സത്യം പോട്ടെ. അന്ന് ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, കുഴപ്പമില്ല. നിർബന്ധ പെണ്ണുങ്ങളല്ലേ നിർബന്ധ